ഒഥല്ലോ സിൻഡ്രം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ. ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിലും എന്നിലും കുറേ ആൾക്കാരിലുമൊക്കെ ഇത് സാധാരണയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഒരു രോഗാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് പ്രശ്നമാകാറുള്ളത്. മലയാളത്തിൽ രസകരമായൊരു പേര് ഇതിന് പറയും, സംശയ രോഗം. പങ്കാളിക്കുണ്ടാകുന്ന ഒരു സംശയം അത് രോഗാവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഈ ഡെലൂഷണൽ ഡിസോർഡർ അഥവാ ഒഥല്ലോ സിൻഡ്രം. ഷേക്സ്പിയൻ കഥകളിലെ ഒഥല്ലോയ്ക്കുണ്ടായിരുന്ന ഒരവസ്ഥയെ കൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൂടെ ഇതിന് വന്നത്. പൊതുവെ സംശയരോഗമുള്ളവർക്ക് ഇണയോട് അല്പം സ്നേഹം കൂടുതലാണ് തെറ്റിദ്ധരിക്കപ്പെടും. കുറച്ച് പൊസസീവ്നെസ് ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ഇണയോട് ഇവർക്ക് വല്ലാത്തൊരു അടുപ്പം പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇണ എന്ത് ചെയ്താലും ഇവർ ചോദ്യം ചെയ്യും. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്താലും എപ്പോഴും തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നൊരു ചിന്ത പൊതുവെ സംശയ രോഗികൾക്കുണ്ടാവും. എന്നെ കാണുവാൻ വന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഒരു തരത്തിലും അവളെ വിടുകയില്ലായിരുന്നു. ഒരു പരിധിവരെ അവൾ വിചാരിച്ചിരുന്നത് തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്നാണ്. എവിടെ പോയാലും കൂടെ കൊണ്ടുപോവുക, എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അവൾ ആദ്യം വിചാരിച്ചത് തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ പൊസസീവ്നെസ് കൊണ്ടാണെന്നൊക്കെയാണ്. പക്ഷേ പതുക്കെ അവൾ വേദനയോട് തിരിച്ചറിഞ്ഞു തുടങ്ങി അതൊരു രോഗാവസ്ഥയാണ്. ആരോട് സംസാരിച്ചാലും അതൊക്കെ അയാൾ മറ്റർത്ഥത്തിലാണ് എടുത്തുകൊണ്ടിരുന്നത്. കൂടെ പഠിച്ച കൂട്ടുകാരെ വിളിച്ചാൽ അതാണോ പെണ്ണോ എന്നില്ല, ആരെ വിളിച്ചാലും സംശയം എന്ന അവസ്ഥയിലേക്ക് എത്തി. പതുക്കെ വേദനയോടെ അവൾ മനസ്സിലാക്കി തൻ്റെ ഹസ്ബൻഡിന് സംശയ രോഗമാണ്. പക്ഷേ ആരോട് പറയുവാൻ, ആരും കേൾക്കുവാനുണ്ടായില്ല. പതുക്കെ അയാളുടെ അവസ്ഥ കൂടിക്കൊണ്ടേയിരുന്നു. സ്വപ്നം കണ്ടിട്ട് വരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അയാളുടെ സ്വപ്നത്തിൽ ഭാര്യയെ മറ്റൊരാളുമായി ലൈംഗിക വീഴ്ച നടന്നതായിട്ടൊക്കെ തോന്നി. അതിൻ്റെ പേരിൽ എഴുന്നേറ്റ് ആരാടി സ്വപ്നത്തിൽ വന്ന് നിന്നെ സെക്സ് ചെയ്ത് ചോദിച്ചിട്ട് അടിക്കുന്നൊരവസ്ഥ, അത്ര വിചിത്രമായ സങ്കല്പങ്ങളാണ് ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാവുക. നമുക്കറിയാം, സംശയരോഗത്തിൻ്റെ പേരിൽ ഭാര്യയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത ഒരു പ്രവാസിയുടെ കഥ നമ്മൾ ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. അതേ ഓട്ടോയിൽ തന്നെ ഭാര്യ ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും മരിച്ചുപോയിരുന്നു. സംശയത്തിൻ്റെ പേരിൽ എത്ര കൊലപാതകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സംശയരോഗം ഏറെ സൂക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥയാണ്. സംശയരോഗത്തിനൊരു വലിയ കുഴപ്പമുണ്ട്. ആ രോഗിക്ക് അത് സംശയം തനിക്ക് അങ്ങനെ രോഗമുണ്ടെന്ന് മനസ്സിലാവുകയില്ല. അയാളെ മനസ്സിലാക്കിയെടുക്കുവാൻ പാടാണ്. അയാൾ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിക്കുന്നതിനേക്കാൾ വിഷമമാണ് അയാളുടെ സംശയത്തിന് ആവശ്യമായ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ. ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴും തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇവർക്കൊരു അന്വേഷണ പരതയായിരിക്കും. ഇവർ എല്ലാത്തിനും ഏതിനും ചാരന്മാരെ നിയോഗിക്കും. ആരാണെന്നല്ല, എന്തിനും ഏതിനും ചാരന്മാരുണ്ടാകും അവർക്ക്. കാരണം എങ്ങനെയും തെളിവുകൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. സത്യത്തിൽ അയാളുടെ ഇണയ്ക്ക് യാതൊരു ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. ഇതൊക്കെ അയാളുടെ ഡെലൂഷനിൽ മാത്രമാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന അയാൾക്ക് പറ്റില്ല. അയാളുടെ തോട്ട് പ്രോസസ്സിൽ ഇതൊക്കെ സത്യമാണ്, തൻ്റെ ഇണയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അയാൾ ഉറച്ച് വിശ്വസിക്കും. ആ ഉറച്ച വിശ്വാസമാണ് അയാളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. നമുക്കറിയാം, വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച തളത്തിൽ ദിനേശൻ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ഉദാഹരണമാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ തളത്തിൽ ദിനേശിനേക്കാൾ ഏറെ എക്സ്ട്രീമായിട്ടുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ഇണ പലപ്പോഴും നിങ്ങളുടെ ഫോൺ എടുത്ത് പരിശോധിക്കാറുണ്ടോ? പരിശോധനയുടെ അളവൽപ്പം കൂടുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ എടുത്ത് പരിശോധിക്കാറുണ്ടോ? പതുക്കെ അതിന് റേഷ്യോ തോന്നി തുടങ്ങും. അതിൻ്റെ പാസ്വേഡ് ചോദിച്ചു തുടങ്ങും. ഇനി എപ്പോഴെങ്കിലും ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇത്ര ഓൺലൈനിൽ ഇരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് ഇത്ര ഓൺലൈനിൽ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഫോൺ കുറേയേറെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ചോദ്യമാണ്, എന്തിനാണ്? ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ പ്രശ്നമാണ്. അങ്ങനെ എന്തിനും ഏതിനും ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി പുറത്തേക്ക് പോയാൽ താമസിച്ചാൽ പ്രശ്നം എന്താണ്? ആരുടെ കൂടെ പോയി? ചോദ്യങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അർത്ഥം പതുക്കെ നിങ്ങളുടെ ഇണ, നിങ്ങളുടെ പാർട്ട്ണർ സംശയരോഗത്തിൻ്റെ വീഥിയിലേക്ക് പതുക്കെ യാത്ര ചെയ്യുകയാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. നമ്മുടെ തലച്ചോറിലെ ആശയവിനിമയം ചെയ്യുന്ന നാടുകൾക്കിടയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ കൂടുതലായ പ്രവർത്തനം, അതുമൂലമുണ്ടാകുന്ന വൈകല്യമാണ് സംശയരോഗത്തിന് കാരണമെന്നാണ്. സംശയരോഗം വളരെ പതുക്കെ ഉണ്ടായി വന്ന ഒന്നാണ്. നമുക്ക് തോന്നുന്ന ചെറിയ തോന്നലുകളാണ് പിന്നീട് വലിയ സംശയങ്ങളായിട്ട് മാറുന്നത്. ഇണയോടുള്ള അതീവ ഇഷ്ടവും അതീവ പൊസസീവ്നെസ്സും ഒക്കെ പലപ്പോഴും ഇതിന് കാരണമാകാറുണ്ടെന്നുള്ളത് സത്യമാണ്. പരമാവധി ചെറിയ സംശയങ്ങൾക്ക് പുറകെ പോകാതിരിക്കുക. ഇണയുടെ പൂർവ്വകാല ബന്ധങ്ങളെക്കുറിച്ച്, പൂർവ്വകാല ചരിത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക. പാസ്റ്റ് ആണെന്ന് വിശ്വസിക്കുക. ഏറ്റവും സുപ്രധാനമായ കാര്യം, പങ്കാളിയുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറാതെ ഇരിക്കുക. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ എത്രയോ ഭാര്യാഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റയുമൊക്കെ എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് എൻ്റെ ഭാര്യയ്ക്കറിയാം, ഭർത്താവിനറിയാം.
മറ്റുള്ളവൻ്റെ സ്വകാര്യത്തിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് സംശയിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ത്രെഡും, അത് സത്യമുണ്ടാവണമെന്നില്ല, ആ ത്രെഡ് മതി നിങ്ങളുടെ സംശയരോഗം വളരെ പതുക്കെ കൂടുവാൻ. നിങ്ങളുടെ സ്വകാര്യത നിങ്ങളുടേതാണ്, നിങ്ങളുടെ പങ്കാളിയുടെ സ്വകാര്യത അയാൾക്ക് വിട്ടുകൊടുത്തേക്കുക. ഇതിനെ അർത്ഥം നിങ്ങളുടെ സംശയങ്ങളെല്ലാം തെറ്റായിരിക്കുമെന്നല്ല. ചില കേസുകളിലെങ്കിലും പങ്കാളിയുടെ സംശയം ശരിയായി തീരാറുണ്ട്. അത്തരം കേസുകളെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിച്ച് സംശയം ഉണ്ടാക്കിയെടുത്ത് ജീവിതം കളയുന്ന ഒന്നാണ്. കൂടുതലും ഇല്ലാതായിരിക്കുവാനാണ് സാധ്യത കൂടുതൽ. സംശയരോഗികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത് കൂടുതലും അവരുടെ മനസ്സുണ്ടാക്കിയെടുക്കുന്ന അസർപ്പക കഥകൾ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പൊതുവെ നിങ്ങൾക്കോ എനിക്കോ ഒരു സംശയരോഗം ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു വരുവാൻ നമ്മൾ തയ്യാറാവുകയില്ല. ഇവിടെയാണ് പങ്കാളി കുടുംബത്തിൻ്റെയൊക്കെ സഹായം ഏറ്റവും ആവശ്യമുള്ളത്, കൂട്ടുകാരുടെയൊക്കെ സഹായം ആവശ്യമുള്ളത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഭാര്യയോ ഭർത്താവോ ഇക്കാര്യം അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ തുറന്നു പറയുകയും വളരെ പതുക്കെ അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും വേണം. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുകയും വേണം. കാരണം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോവില്ല. CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊരു തെറാപ്പിയിലൂടെ ഈ അസുഖം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ആദ്യം രോഗി തനിക്ക് രോഗമുണ്ടെന്ന് തിരിച്ചറിയുകയാണ് സുപ്രധാനമായ കാര്യം. എത്രയോ ഫാമിലി കേസുകളിൽ ഇത്തരത്തിലുള്ള സംശയരോഗം വലിയ വലുതായി മാറിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് എപ്പോഴെങ്കിലും സംശയരോഗമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളൊരു സംശയമാകരുത്. ഒറിജിനലാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ്. സന്തോഷകരമായ കുടുംബജീവിതത്തിന് സംശയം എന്നൊരു ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ലൈഫ് ഉത്കണ്ഠയുടെയും നിരാശയുടെയും ടെൻഷൻ്റെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിലേക്ക് വീഴും എന്ന് ഓർത്തിരിക്കുക. സംശയരോഗം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയരോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണുക.